നമസ്കാരം. കോൺഗ്രസിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. ആലപ്പുഴയിൽ സുധാകരന് നേരെ CPM ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ അസ്വസ്ഥനായിട്ടായിരുന്നു സുധാകരൻ്റെ പ്രതികരണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിലായിരുന്നു കോൺഗ്രസിനും പോലീസിനുമെതിരെ സുധാകരൻ പൊട്ടിത്തെറിച്ചത്. ആലപ്പുഴ നഗരസഭയിലെ LDF കൗൺസിലർമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. നഗരസഭയിൽ തനിക്കെതിരെ പ്രതിഷേധം നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും ആ വിവരം തന്നെ അറിയിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് വീഴ്ച വരുത്തി. CPMുമായി രമേശ് ചെന്നിത്തലയുടെ പാർട്ടി നടത്തുന്ന കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. ഇത്തരം കൂട്ടുകച്ചവടങ്ങൾ വലിയ അഴിമതിക്കാണ് വഴിവെക്കുന്നത്. ചെന്നിത്തല വേദിയിലിരിക്കെ സുധാകരൻ ആഞ്ഞടിച്ചു. CPM നേതൃത്വത്തിനും LDF കൗൺസിലർമാർക്കുമെതിരെ കടുത്ത വിമർശനം അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്നാൽ സുധാകരൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ചെന്നിത്തല തയ്യാറായില്ല. എന്നാൽ സുധാകരനെ പിന്തുണച്ചാണ് അദ്ദേഹം സംസാരിച്ചതും. ജനങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുത്ത ഒരു മുതിർന്ന നേതാവിനെ എവിടെ ചെന്നാലും കരിങ്കൊടി കാണിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യപരമായ നടപടിയല്ല. ജി സുധാകരനെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമുള്ള നീക്കങ്ങളിൽ നിന്നും CPM പിന്തിരിയണം. കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. സുധാകരൻ ഉന്നയിച്ച കൂട്ടുകച്ചവട ആരോപണത്തെക്കുറിച്ച് തനിക്കറിയില്ല. സുധാകരന് മറുപടിയായി ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴയിൽ CPMും സുധാകരനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. സുധാകരൻ CPM വിട്ടതും സ്വതന്ത്രനായി നിന്ന് അമ്പലപ്പുഴ സീറ്റ് പിടിച്ചടക്കുകയും ചെയ്തത് CPMൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. CPM പ്രകോപിപ്പിക്കുമ്പോൾ അതിലും വലിയ പ്രകോപനമാണ് സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും. എന്നാൽ ഈ യുദ്ധത്തിൽ നേരിട്ട് ഭാഗഭാക്കാക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. സുധാകരനും CPMും തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർക്കട്ടെ എന്നാണ് കോൺഗ്രസ് നിലപാട്. ഇതിൽ സുധാകരൻ അസ്വസ്ഥനാണ്. UDF MLA ആയിട്ടും കോൺഗ്രസ് തനിക്ക് രാഷ്ട്രീയ പിന്തുണ നൽകാത്തതിൻ്റെ ചുരുക്ക് സുധാകരനുണ്ട്. ഇതൊക്കെയാണ് സുധാകരൻ്റെ പൊട്ടിത്തെറിക്ക് പിന്നിൽ. ഇത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് പിന്തുണ സുധാകരന് തന്നെയാണെന്ന് ചെന്നിത്തല പറഞ്ഞതും. പക്ഷേ ഇതുകൊണ്ടൊന്നും സുധാകരൻ സംതൃപ്തനായ ലക്ഷണമില്ല. കാരണം ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ശക്തമായ പിന്തുണ നൽകിയില്ലെങ്കിൽ സുധാകരൻ ഇനിയും കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് സാധ്യത.